ശ്രീ ചന്ദ്രനാണ് കോഴിക്കോട് നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇതുവരെ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണത്? പറഞ്ഞോളൂ. എന്തുകൊണ്ടെന്നാണ്, ഞാൻ ഇന്നും ഒരു ഓഫീസിൽ പോയ ആളാണ്. ഏത് ഓഫീസിലാണ് പോയത്? പേരെടുത്ത് പറയുന്നില്ല, കാരണം എന്റെ നാട്ടിലെ ഓഫീസാണ്. ഞാൻ ഓഫീസിൽ 10:15 10 മണിക്ക് എത്തേണ്ട ഉദ്യോഗസ്ഥൻ വരാം. അപ്പൊ ഞാനൊരു കാര്യത്തിന് ചെന്നപ്പോൾ പറഞ്ഞ് ഒരു 10 മിനിറ്റ് എനിക്ക് ആ സെക്ഷനിൽ ആൾ വന്നില്ല. അങ്ങനെ എന്റെ കാര്യം നടന്നു. പക്ഷെ ഇതെന്താന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 5 ദിവസം ആകുമ്പോൾ എത്ര മണിക്കാണ് അവരെത്തിയത്? 10 ആകുമ്പോഴത്തേക്ക് 10 മണിക്ക് എത്തേണ്ട ഓഫീസാണ്. അപ്പോ അത് തന്നെയല്ല, 5 ദിവസം ആക്കുന്ന ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ. താങ്കളെ കാര്യം നടന്നുകൊണ്ടാണോ ഏത് ഓഫീസാണെന്ന് തുറന്നു പറയാത്തത്? അല്ല, അതുകൊണ്ടല്ല, എന്റെ ഒരു പേഴ്സണൽ ബൈലുള്ള ഒരാളാണെന്നുണ്ടാവുകൊണ്ട് ഞാൻ പറയാതിരിക്കാം. ശരി, ഇങ്ങനെ നമ്മളെല്ലാവരും പേഴ്സണൽ ആയിട്ടുള്ള ആളുകളുടെ കാര്യം പറയാതിരുന്നാൽ ഇങ്ങനെയൊക്കെ നടക്കും. അത് പിന്നെ ഓടാണ്. പിന്നെ തന്നെയല്ല, ഈ 5 ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കുടുംബത്തോടു കൂടി കഴിയാന്ന് പറഞ്ഞാൽ 52 ഞായറാഴ്ച ലീവ് വരുന്നത്, 52 ശനിയാഴ്ച ലീവ് വരുന്നത്, പിന്നെ 26 ചോറിനത്തോടെ ലീവ് വരുന്നത്, പിന്നെ 20 ക്യാഷ് ലീവുകൾ വരുന്നത്, ഹെഡ് ലീവ് വരുന്നത്, ഹാഫ് ലീവ് വരുന്നത്. ഇത് മൊത്തം കഴിഞ്ഞാൽ അത്ര ഈ ദിവസങ്ങളിലൊക്കെ കുടുംബത്തോട് കൂടെ കഴിയേണ്ട ആളുകൾ തന്നെയാണ്. മറ്റുള്ളവർ ഒരു സേനയിലുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒന്നും പറയല്ല, അവർക്കൊക്കെ ലീവ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് വളരെ ദ്രോഹമാണ്. പറഞ്ഞത് ഈ സേനയിൽ, പോലീസ് സേന, ഈ എക്സൈസ് അങ്ങനത്തെ വിഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലീവുകളൊന്നും ഫുള്ളായിട്ട് കിട്ടൂല. അല്ല, അതിപ്പോഴും അങ്ങനെയുണ്ട്. ഇപ്പോഴും രാവിലെ 10 മണിക്ക് എന്നാൽ രാത്രി 8 മണി 9 മണി 10 മണി വരെ വരുന്ന ജോലി എടുക്കേണ്ടി വരുന്ന നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ പണിയെടുക്കുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ നേരത്തെ ഒരാൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 10 മണിക്ക് വരേണ്ടതിന് പകരം ഇപ്പോൾ തങ്ങളുടെ ഓഫീസിൽ അദ്ദേഹം വന്ന പോലെ 10:30 11 മണിക്കോ ഒക്കെ വന്ന് വൈകിട്ട് 3:30 4:00 ഒക്കെ മടങ്ങിപ്പോകുന്ന പണിയെടുക്കാത്ത ആളുകളും 2 തരത്തിലുള്ള ആളുകളും ഉണ്ട്. അതന്നെ, ഈ പഞ്ചിങ് ഇല്ലാത്ത ഓഫീസുകളിലൊന്നും 10 മണിക്കൊന്നും കിടക്കാൻ പറ്റുന്നില്ല. അതുപോലെ 4 മണി കഴിഞ്ഞാൽ ഏത് ഓഫീസിലാണ് എന്ത് കാര്യം നടക്കുന്നത്? അതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇതെന്താ ഒമ്പതരക്കാരുടെ സ്ഥലമൊന്നും പഞ്ചിങ് ഇല്ലാത്തവർക്ക് നടക്കൂല. ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹം മാത്രമാണ്. കാരണം അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം അതിപ്പോ ഇലക്ഷൻ വരുന്ന സമയത്ത് ഞാൻ ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി, അതിന്റെ ഒരു ഇതെന്ന് മാത്രമേ കാര്യത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ദ്രോഹമാണ്. ഇതിൽ യാതൊരു ഉപകാരം ജനങ്ങൾക്ക് കിട്ടൂല. ശരി, ശ്രീ ചന്ദ്രനാണ് കോഴിക്കോട് നിന്ന് പ്രതികരിച്ചത്. അദ്ദേഹവും ഗൗരവമായ ഒരു വിഷയം തന്നെ, അദ്ദേഹം നേരിട്ട് അനുഭവിച്ചൊരു വിഷയം വെച്ചിട്ടാണ് ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ഉമേഷും കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 5 ദിവസം പ്രവൃത്തി ദിവസമാക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ സംവിധാനം മെച്ചപ്പെടുമോ? നമസ്കാരം. പിന്നെ ഇത് ഈ ഒരു 5 ദിവസം പ്രവൃത്തി ദിനമാക്കി ഇവിടെ 6 ദിവസമായിട്ട് തന്നെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നേരാൻ വണ്ണം പോകാത്തൊരു സ്ഥിതിവിശേഷമാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം തന്നെ നേടിയെടുക്കാൻ നമ്മൾ പലരെയും ചില ദിവസങ്ങൾ 6 ദിവസങ്ങൾ അവധി ലീവായിരിക്കും, പിന്നീട് ഒരു ദിവസം പോകേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഇത് ജനദ്രോഹപരമായ ഒരു തീരുമാനമായി മാറും എന്നാണ് പറയാനുള്ളത്. ഇത് ശരിയായ തീരുമാനമല്ല. ഇതൊരു ജനസേവനം കൂടിയാണ്. ഇതൊരു തൊഴിൽ മാത്രമല്ല, ഇതൊരു ജനസേവനം കൂടിയാണ്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് എന്നൊക്കെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊക്കെ ജനങ്ങൾക്ക് ദോഷമായി മാറത്തക്ക വിധത്തിലെ ഇത് ഉപകരിക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ, കൂടുതലായിട്ടും പറയാനുള്ളത്. ശരി, ശ്രീ ശശിധരനാണ്, വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 5 ആക്കുന്നതിനെ കാണുന്നത്? നേട്ടമാണോ അതോ കോട്ടമാണോ? നമസ്കാരം. അതെ, ഇതുവരെ ആരും സ്പർശിച്ചു പോകാത്ത ഒരു വിഷയം കൂടിയാണ് ഞാൻ കൂടെ ചേർത്ത് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ 2 കുട്ടികൾ സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് പിന്നെ ഉള്ള വർക്ക് 8:30 ജോലിക്ക് കാരണം അവർക്ക് തീരുന്നതിന് സമയമില്ല. അന്നത്തെ വർക്ക് രാത്രി വൈകിട്ട് 5:30 തീർന്നാലും 6 തീർന്നാലും രാത്രി 8 അന്നേരം ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.